ഹായ്, എല്ലാവരും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ച് തകർത്ത് വാരിയോ? അപ്പോൾ വെൽക്കം ടു എ സ്റ്റോറി. ഞങ്ങളിപ്പോൾ ഉള്ളത് അരീക്കൽ വാട്ടർഫോൾസിൻ്റെ തൊട്ടടുത്തുള്ള ബേർഡ്സ് പാർക്കിലാണ് കേട്ടോ. എക്സോട്ടിക് ബേർഡ്സ് പാർക്കിലാണ്. നമ്മൾ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല, പക്ഷേ 6 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണെങ്കിൽ 30 രൂപയായിട്ട് അവർ നമുക്ക് ഇങ്ങനെ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് സാധനം തരും. സത്യമായിട്ട് എനിക്ക് ബേർഡ്സിനെ പേടിയാണ് കേട്ടോ. ഇനി ബേർഡ്സിനെയൊക്കെ പേടിക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാ, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ. അവിടെ കുറേ ബേർഡ്സ് ഉണ്ട്. നമ്മൾ ആപ്പിളിൻ്റെ പാത്രത്തോട് ചെല്ലുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടെ പറന്ന് നമ്മളങ്ങ് പൊതിയും. ഇതളൂനെയും പൊന്നൂനെയും പൊതിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നെ പൊതിഞ്ഞു. എൻ്റെ തലയും ചെവിയും ഒക്കെ ബേർഡ്സിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതളൂന് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നിറച്ച് ബേർഡ്സ് ആണ് കേട്ടോ. അതായത് ഈ ഒരു പരുവത്തിലുള്ള ബേർഡ്സിനാണ് അവിടുത്തെ പ്രാധാന്യമുള്ളത്. നമ്മൾ ആ ചെല്ലുമ്പോൾ അവരാണ് നമ്മളെ ഫുള്ള് പൊതിയുന്നത്. കുഞ്ഞു ബേർഡ്സ് ആണ്, നല്ല ക്യൂട്ടാണ് കാണാനായിട്ട്. ഇതിലൂടെ അവരെ കണ്ടിട്ടും മതിയാകുന്നുണ്ടായിരുന്നില്ല. ആ പാത്രത്തിൽ ബാക്കിയുള്ള ആപ്പിൾസ് മൊത്തം അവരുടെ പുറകെ നടന്ന് ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം അമ്മയും സച്ചിയും കൂടെ കയറി വന്നു. അപ്പോൾ അവർ പൊതിയുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ കയറി വരുമ്പോൾ ഫുള്ള് ബേർഡ്സ് വന്ന് നമ്മളെ പൊതിയും. സച്ചി അവിടെ ഇങ്ങനെ പക്ഷി മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവിടുത്തെ ആൾക്കാർ നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് തന്നിട്ട് നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസൊക്കെ അവർ തന്നെയാണ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. ഒരു 3-4 ചേട്ടന്മാരാണ് അവിടെ ഉള്ളത്. സച്ചിയുടെ അടുത്ത് ഒരു ബേർഡ് പറഞ്ഞ് എൻ്റെ തലയിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് വേറൊരു സ്ഥലത്തേക്ക്. ഇതിനേക്കാളും കുറച്ചും കൂടെ വലിയ കിളികളെ കാണാൻ വേണ്ടിയിട്ടാണ്. പാരറ്റിൻ്റെ വിഭാഗത്തിൽ പെടുന്ന കിളികളാണ് അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. കുറച്ചും കൂടെ വലിയ പാരറ്റാണ്. ഇവരെ നമ്മൾ കയ്യിൽ താഴത്തേക്ക് എടുത്ത് അവരെ പൊക്കിയെടുക്കണം. അങ്ങനെയാണ് ഇവർ പറന്ന് വന്ന് നമ്മുടെ മേത്തിരിക്കില്ല. നമ്മളിവരെ കൈ കൊണ്ട് ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് വേണം നമ്മുടെ മേത്തെടുത്താൻ. ഇതിന് സച്ചിയുടെ കൈയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു തോന്നുന്നു. രോമൊക്കെ കുത്തിപ്പറിക്കുന്നുണ്ടായിരുന്നു. സച്ചിയുടെ ബട്ടൺസ് ഇട്ട് കൊടുക്കുകയാണോ രോമം കുത്തിപ്പറിക്കുകയാണോ മനസ്സിലായില്ല. എന്നാലും സച്ചിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കണ്ടപ്പോൾ ഇതളൂന് അതിനെ കയ്യിൽ വെക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. കണ്ടോ, ഇതള് ചെയ്യുന്നതാണ്. താഴത്തേക്ക് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മുടെ കയ്യിലേക്ക് കയറി വരും. ഇതളൂന് ഒട്ടും പേടിയില്ല. ഞാൻ ഇതിനെ കയ്യിൽ വെച്ചില്ല. എനിക്ക് ആ പക്ഷികളുടെ എന്തൊക്കെ കുത്തിക്കയറുന്നില്ലാന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതളൂനെ കയ്യിൽ വെച്ചു. ഇതളൂനിട്ടൊരു കൊത്ത് കിട്ടി കേട്ടോ. ഈ ബേർഡ് ഒരു കൊത്തി പ്രേയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു കൊത്ത് കൊടുത്തു. അടുത്ത സെക്ഷനിലുണ്ടായിരുന്നത് ഇഗ്വാന, അതേപോലെ വെള്ള കളറുള്ള പാമ്പ്. ഈ പാമ്പിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. എനിക്കിതിനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. നമുക്ക് വീട്ടിലൊക്കെ വളർത്താൻ വേണ്ടി പറ്റും. ടുട്ടു എന്നൊക്കെ പേരായിട്ട് നല്ല രസമായിരിക്കും. പിന്നെ ഇത് മലമ്പാമ്പിൻ്റെ കുഞ്ഞിനെ പോലെ തോന്നിക്കുന്ന പാമ്പാണ്. ഇതെല്ലാം വളർത്തുന്ന പാമ്പാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു വലിയ ഇഗ്വാന ഉണ്ടായിരുന്നു. ഇഗ്വാന സത്യം പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും പേടിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഓന്തിനെ പോലത്തെ ഒരു കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പൊന്നുവിൻ്റെ മുടിയിൽ കുടുങ്ങിപ്പോയതാണോ അതിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റാത്തതാണോ എന്നറിയില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതളൂനും അതിനെടുത്ത് തലയിൽ വെക്കണം. ഇതളുവിൻ്റെ തലയിലെടുത്ത് വെച്ചു. നമുക്കത് കാണുമ്പോൾ കുറച്ച് പേടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് വെച്ചുകൊണ്ടിരിക്കാൻ. പക്ഷെ എൻ്റെ കാല് ചെറുതായിട്ട് മാറ്റി എൻ്റെ തലയിലോട്ട് കയറി. എനിക്കത് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ തൊട്ടുപാമ്പ് ഇതിനെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാണ് കേട്ടോ. ടുട്ടു എന്നാണ് പാമ്പിൻ്റെ പേര് നിർത്തിയില്ല. ഞാൻ ഏതായാലും പാമ്പിൻ്റെ പേരിട്ടു ടുട്ടു. നല്ല ക്യൂട്ടായിട്ടുള്ള വെള്ളപ്പാമ്പ്.
എൻ്റെ ഓവറായിട്ടുള്ള റിയാക്ഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. അവരത് കടിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചു. പക്ഷെ കടിക്കോ കൊത്തൊന്നുമില്ല കേട്ടോ, ഭയങ്കര ക്യൂട്ടാണ്. പിന്നെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് അതിന് നമ്മൾ ശിവനെ പോലെ കഴുത്തിലേക്ക് എടുത്തിടുക എന്നുള്ളതാണ്. കഴുത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് കഴുത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഫേസ് ടു ഫേസ് കാണപ്പെടുന്നു. അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ തല പിടിക്കാൻ എനിക്ക് പേടിയിരുന്നു. പിന്നെ പുള്ളിക്കാരൻ പിടിച്ചു നിന്നപ്പോഴേക്കും എനിക്ക് പിന്നെ പേടിയൊക്കെ അങ്ങനെ മാറും. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് അവരായിട്ട് കളിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് പേടിയൊക്കെ മാറും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്മ നാരായണയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. നല്ല പേടിയുണ്ട്. കാരണം ഇതിങ്ങനെ കഴുത്തിൽ കൂടെ കിടക്കുമ്പോഴേ നമ്മൾ ഇറുക്കുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ സെറ്റായിട്ട് പാമ്പായിട്ട് ഞാനൊരു ശിവനായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ പാമ്പ്, ഇഗ്വാന ഇതിനെയൊക്കെ നമ്മൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ 100 രൂപ കൊടുക്കണം കേട്ടോ. അത് ഈ ചേട്ടൻ്റെ അടുത്ത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ക്യാഷാണ് കേട്ടോ. എന്നാലേ നമുക്ക് ഓരോന്നിനും എടുക്കാൻ പറ്റുള്ളൂ. ഓരോന്നിനും എടുക്കണമെങ്കിൽ പെർ പേഴ്സൺ 100 രൂപ വെച്ച് പേയ്മെൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പൊന്നു മലമ്പാമ്പിനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മലമ്പാമ്പിൻ്റെ കുഞ്ഞിനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പൊന്നുവിന് എന്തോ പാമ്പിനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ. എൻ്റെ മോൾക്കാണെങ്കിൽ പാമ്പിനും ഒട്ടും പേടിയില്ല. ഗ്യാപ്പ് കിട്ടുമ്പോൾ ഒക്കെ അതിനെ തോണ്ടുക, തലോടുക, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നുവിൻ്റെ കയ്യിൽ പിടിക്കുന്ന പാമ്പിനെയും ഇതിൽ തോണ്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൊന്നുവിനും അത് കഴുത്തിലിട്ട് അവനെയും ശിവനാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴുത്തിൽ കൂടെ വരുമ്പോഴേക്കും നമുക്ക് ചെറിയായിട്ടൊരു പേടി തരും. കാരണം നമ്മൾ അവരെ ഫേസ് ടു ഫേസ് കാണുകയാണല്ലോ. പൊന്നുവിന് ഭയങ്കര ധൈര്യമൊക്കെയാണെന്ന് കാണിച്ചാൽ ഇടയ്ക്ക് ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഇത് നമ്മുടെ മെയ്ത്തൂടെ കഴിഞ്ഞ് എങ്ങോട്ടാണ് കയറണതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ പേടിച്ചിരുന്നെങ്കിലും പിന്നെ പുള്ളിക്കാരത്തെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് തുടങ്ങി. ഞങ്ങളുടെ മോഡലിനെ പോലെ അങ്ങ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പാമ്പ് കഴുത്തിൽ കൂടെ വരുമ്പോൾ വഴുവഴുപ്പുണ്ടാകുമോ, അല്ലെങ്കിൽ ഭയങ്കര സ്ലൈമി ഫീൽ ആയിരിക്കുമോ, വെള്ളം ഉണ്ടോ അവരുടെ മേത്ത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുടെ അവരുടെ മേത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഡ്രൈ ഫീലായിരുന്നു. സ്ലൈമി എന്ന് വെച്ചാൽ അവരിങ്ങനെ എഴയുമ്പോൾ നമുക്കൊരു സ്ലൈമി ഫീൽ, സ്ലൈമി അല്ല ബട്ട് ഒരു ഫീല് തോന്നുമെങ്കിലും ബട്ട് അങ്ങനെ വഴുവഴുപ്പൊന്നും എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഈ 2 പാമ്പുകൾക്കൂട്ട് വഴുവഴുപ്പില്ല. കുറച്ചൊരു ഡ്രൈ സ്കിൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഒരു വെള്ളമൊക്കെ ഉണ്ടാകും അവരുടെ മേത്തുനിന്ന് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലൊരു ഇമാജിനേഷനിൽ ഇവരൊരു തിളക്കമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഗ്യാപ്പ് കിട്ടുമ്പോൾ മൊത്തം ഇതിലൂനാണെങ്കിൽ ആ പാമ്പിന് ഭയങ്കര ഇഷ്ടമെന്ന് തോന്നി. ഇതിലും ആ ഗ്യാപ്പ് കിട്ടുമ്പോൾ പാമ്പിനെ തോണ്ടുക എന്നുള്ള പരിപാടിയിലായിരുന്നു. കണ്ടുകൊണ്ടിരുന്ന ചേട്ടന്മാർ പറഞ്ഞു, മോനെ വഴി കൂടെ പാമ്പിനെ ഒന്നും പിടിച്ചേക്കരുതെന്ന് ഇതുകൊണ്ട് സ്പെഷ്യൽ വാർണിംഗ് കൊടുത്താൽ വിട്ട. കാരണം അവർക്ക് അറിയില്ലല്ലോ, കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ കുട്ടികളോട് പോകുമ്പോൾ നന്നായിട്ട് പറയാം, ഈ വീഡിയോ കണ്ട് ആരും റോട്ടിൽ കൂടെ പോകണം നടക്കുന്ന പാമ്പിനൊന്നും കയറി പിടിക്കാൻ നിൽക്കരുത്. അപ്പോൾ ലൊക്കേഷൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കാം. അരീക്കൽ വാട്ടർഫോൾസിൻ്റെ അടുത്താണ്. പിന്നെ അരീക്കൽ വാട്ടർഫോൾസിൻ്റെ അടുത്ത് വരെ വന്നതല്ലേ, അപ്പം നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊക്കെ മുങ്ങിയിട്ടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ പൊങ്ങിയതിന് ശേഷമാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എറണാകുളത്താണ് അരീക്കൽ വരുന്നത്. അരീക്കൽ വാട്ടർഫോൾസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവരും മസ്റ്റ് ബൈ.